കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ആനയുടെ പ്രശ്നമാണല്ലോ. ഒരർത്ഥത്തിൽ പലർക്കും അത് ആശ്വാസമാണ്. ഇടയ്ക്കിടയ്ക്ക് ആന അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവിടെ കൊച്ചുകുട്ടികൾ കരയുന്ന സമയത്ത് എന്താ നമ്മൾ ചെയ്യുക? കൊച്ചുകുട്ടികൾ നിർത്താതെ കരയുന്ന സമയത്ത് അവൻ പറയും, മോനെ അമ്പിളിമാവനെ പിടിച്ചു തരാട്ടോ. അതേ അമ്പിളിമാവനെ നോക്ക്, അമ്പിളിമാവനെ നോക്കതേ. അപ്പോൾ കുട്ടി നോക്കും, മോനെ അമ്പിളിമാവനെ പിടിച്ചു തരാട്ടോ. അതായത് വിമാനം പോണ സാധനം, അയ്യോ ദേ വിമാനം പോണു മോനെ, ദേ വിമാനം പോണു, നോക്ക് നോക്ക് നോക്ക്. അപ്പോൾ അവൻ്റെ കരച്ചിൽ നിൽക്കും. പിന്നെ വീണ്ടും കരച്ചിൽ ആരംഭിക്കും. അപ്പോൾ വേറെ വിമാനം കാണിച്ചു കൊടുക്കും. ഇതുപോലെ ആനയെ കാണിച്ചു കൊടുത്തിട്ട് പല പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളുടെ ചിന്തകളെ മാറ്റിവെക്കാനുള്ള അവസരം കിട്ടുക എന്നുള്ളത് നിസ്സാര കാര്യമല്ലല്ലോ. അതുകൊണ്ട് ആനയുടെ വരവും ആളെക്കൊല്ലൊക്കെ ഒരു ആഘോഷമായിട്ട് നടക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ. അതിൻ്റെ ഇടയിൽ വേറൊരു, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നോട് പലരും പറയുന്നതാ, സ്വാമി ഒരു കാര്യം ശ്രദ്ധിച്ചു. എന്താ? ഈ ആനകൾ മുഴുവൻ ജിഹാദികളാണ്, ആനകൾ മുഴുവൻ സുഡാപ്പികളാണ്, ആനകൾ മുഴുവൻ ലീഗിൻ്റെ ആൾക്കാരാ, പാണക്കാട്ടുകാരുടെ ആൾക്കാരാ, അല്ലെങ്കിൽ ആനകൾ മുഴുവൻ സമസ്തക്കാരുടെ ആൾക്കാരാ. കാരണം എന്താ? ഏതെങ്കിലും ആന എപ്പോഴെങ്കിലും ഒരു മുസ്ലിമിനെ കൊന്നത് കേട്ടിട്ടുണ്ടോ? ഹൈ, അത് ശരിയാണല്ലോ. 100 പേരെ കൊന്നിട്ടുണ്ടെങ്കിൽ ഒരാളായിരിക്കും മുസ്ലിങ്ങൾ. അപ്പോൾ പിന്നെ ആനകൾ ജിഹാദികളാ പറഞ്ഞാലും വല്ല അത്ഭുതമുണ്ടോ? ആനകൾ കൊല്ലുന്നത് മുഴുവൻ ഭൂരിഭാഗവും കൊല്ലപ്പെടുന്നവരുടെ 90% കണക്കെടുത്ത് നോക്കിയാലും, കൊല്ലപ്പെടുന്നവരെ കണക്കെടുത്ത് നോക്കിയാൽ അതിൽ 90% ക്രിസ്ത്യാനികളാണ്. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ചില കാര്യങ്ങൾ, എനിക്ക് ഇടുക്കിയും വയനാടൊക്കെയും ബന്ധമുള്ളത് കൊണ്ടും നേരിട്ട് പോയതും കാടുകളുമായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ടും ഞാൻ പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ സ്വരൂപിച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാനത് പറയാൻ തയ്യാറില്ല. പണ്ടത്തെ പോലെയല്ല. നടക്കട്ടെ, കാട് പോവുക എന്തെങ്കിലും ആയിക്കോട്ടെ, വെട്ടി തെളിക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പം ഇവിടെ BJPയുടെ വക്താവ്, വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധു, അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, പുൽപ്പള്ളിയിൽ ഈ ആനയുമായിട്ടുള്ള പ്രശ്നം, പുൽപ്പള്ളി ഇപ്പോൾ സംഘർഷം നടക്കുന്നുണ്ട്, അതിന് കാരണം ആനയാണ്. ആ സംഘർഷത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഈ ലോഹയിട്ടവരാണെന്ന് BJP. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലോഹയിട്ട ചെകുത്താന്മാർ, വെളുത്ത ലോഹയിട്ട കറുത്ത ചെകുത്താന്മാർ. അത് BJP അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. സത്യം വിളിച്ചു പറഞ്ഞ സമയത്ത് BJP ആണെങ്കിലും RSS ആണെങ്കിലും മോഡി ആണെങ്കിലും സത്യം സത്യമല്ലേ. ഇന്ന് സൂര്യൻ ഉദിച്ച് കിഴക്ക, ആരാ പറഞ്ഞ മോഡി? അന്ന് അങ്ങനെയല്ല, പടിഞ്ഞാറാ എന്ന് നമ്മൾ പറയില്ല. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, അത് ആര് പറഞ്ഞാലും ഏത് പോത്ത് പറഞ്ഞാലും നമുക്ക് തന്നെ റൈറ്റ് മാർക്കിട്ട് കൊടുക്കണം. ഏതായാലും BJP വയനാട് ജില്ലാ പ്രസിഡന്റ് KP മധു പറഞ്ഞിരിക്കുക, ഈ വെളുത്ത ലോഹയിട്ട കറുത്ത ചെകുത്താന്മാരാണ് ഇതിൻ്റെ പുറകിൽ മുഴുവൻ. സത്യമാണത്. ഇവിടെ ഈ ലഹള നടക്കുന്ന സമയത്ത് അതിനകത്ത് കുറേ ഇവന്മാരെ കാണാം, ഈ ലോഹക്കാരെ കാണാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏതൊരു സന്യാസിമാരെ ആ കൂട്ടത്തിലുണ്ടോ ഗവൺമെന്റിനെ വെല്ലുവിളിക്കാൻ? ഏതൊരു ഉസ്താദുമാരെ ആ കൂട്ടത്തിൽ നിൽക്കണം കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. KP മധു പറഞ്ഞ കാര്യത്തിന് മുൻപായിട്ട് ചില കാര്യങ്ങൾ പറയാൻ, ഞാൻ പണ്ട് എടമലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുകയുണ്ടായി. അത് മൂന്നാറിൽ നിന്ന് പെട്ടിമുടി വരെ കയറിപ്പോണം. പെട്ടിമുടി വരെ കയറിപ്പോ എളുപ്പമല്ല. ആ വരയാടൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്, അതിൻ്റെ പേരെന്താ, അവിടെ വലിയ ബസ് പോവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഒരു സൂപ്പർ ബസ്സാണ് അവിടെ. അത് ചന്ദ്രനിലോ ചൊവ്വയിലോ മാത്രം ഉപയോഗിക്കുന്ന ഒരു തരം ബസ്സാണത്. അതിനകത്ത് കയറി കല്ലും പാറയും അതിന് സാധനങ്ങൾ വകഞ്ഞു മാറ്റിയിട്ട് വേണം പെട്ടിമുടിയിലെത്താൻ. രാജമല വരെ ബസ് പോവുള്ളൂ. പെട്ടിമുടിയിൽ നിന്ന് എന്നെപ്പോലുള്ള ഒരാളാണെങ്കിൽ 6-7 മണിക്കൂർ നടന്നിട്ട് വേണം എടമലക്കുടിയിലെത്താൻ. എവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ കാല് കടയ്ക്കും. പിന്നെ രാത്രി ആനകളായിരിക്കും നമ്മളെ സേവിക്കാൻ വരിക. ആനകളുടെ സേവനം അറിയാലോ. ആയതുകൊണ്ട് ഞാൻ പതുക്കെ 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 നടന്ന്, മുതുവാന്മാർ സഹായത്തിനുണ്ട്, അവർ മുമ്പിലുണ്ട്. 7 മണിക്കൂർ, ഏകദേശം 7-8 മണിക്കൂർ കൊണ്ടാണ് ഞാൻ അവിടെ എടമലക്കുടിയിലെത്തുന്നത്. എടമലക്കുടി എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഹിമാലയൻ പർവ്വതനിരകൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കൊടുമുടിയുള്ളത് കേരളത്തിലെ, വിന്ധ്യാശതപുരയല്ല, കേരളത്തിലെ ആനമുടിയാണ്. ആനമുടിയുടെ താഴ്വാരാണ് ഈ പറയുന്നത് എടമലക്കുടി. ഇന്ന് ആ ഇടമലക്കുടിയിലേക്ക് ബസ് സർവീസാ, ജീപ്പ് സർവീസാ. ആലോചിച്ച് നോക്കണം.
എല്ലായിടത്തും വഴി വെട്ടി, എല്ലായിടത്തും കപ്പേളകൾ നിറഞ്ഞ് കുരിശു കൃഷി ആരംഭിച്ചു. ആനകൾക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, അവിടെ ഇവരുടെ കുരിശു കൃഷി നടത്തിയ ഗ്രാമം. ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, അവിടെ കുരിശു കൃഷി നടത്തിയ ഗ്രാമം. വലത്തോട്ടും ഇടത്തോട്ടും തിരിയാൻ വയ്യ പാവങ്ങൾക്ക്. ആയതുകൊണ്ട് തന്നെ ആനകള് ജനവാസ സ്ഥലത്തേക്ക് ഇറങ്ങിയോ, ജനങ്ങൾ ഉള്ളിടത്തേക്ക് ഇറങ്ങിയ ജനങ്ങളെ ദ്രോഹിക്കുകയാണോ, അതോ ഈ കൃസംഗിക്കൂട്ടങ്ങള് കാട്ടിൽ കയറി ആനകളെ ദ്രോഹിക്കുകയാണോ? ഇത് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ചർച്ച ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണെന്ന് രാഷ്ട്രീയക്കാർ കരുതി വെച്ചൊരു കാര്യവുമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആന ഒരിക്കൽ പോലും നാട്ടിലിറങ്ങില്ല. രണ്ട് മനുഷ്യന്മാരെ കണ്ട ആന തിരിച്ചു പോകും. ഏത് കാട്ടുപോത്തും തിരിച്ചു പോകും, കരടിയും തിരിച്ചു പോകും. പക്ഷെ ഇവര് പശ്ചിമഘട്ടത്തെ നാടാക്കി മാറ്റിയിരിക്കുകയാണ്. കൊത്തുക, കളയ്ക്കുക, പട്ടയം വാങ്ങിക്കുക, പള്ളി പണിയുക, അതിൻ്റെ ചുറ്റും ആദ്യം ഒരു കുരിശു കൊണ്ട് സ്ഥാപിച്ചാൽ അതിൻ്റെ ചുറ്റും വേലി കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് പിണറായി വിജയനാണെങ്കിലും, ഏത് ഉമ്മൻചാണ്ടി ആണെങ്കിലും, ഏത് വി ഡി സതീശനാണെങ്കിലും പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. പേടിയാണ്. ഒറ്റ കുരിശു മതി പേടിപ്പിക്കാൻ, ചേത്തമാരെ പേടിപ്പിക്കാൻ, പ്രേതങ്ങളെ പേടിപ്പിക്കാൻ. ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വനപ്രദേശങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. തള്ളി 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 ഈ വനപ്രദേശം കെടുക്കുന്നത്, കേരളത്തിലെ വനപ്രദേശം ഏറി വന്നു കഴിഞ്ഞാൽ 10, 25, 30 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടുന്ന് കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നടന്ന് നടന്ന് നമ്മൾ 5, 6 മണിക്കൂർ പതുക്കെ നടന്നാൽ ആദിവാസികളാണ് 2 മണിക്കൂറിൻ്റെ അപ്പുറത്തെത്തി, തമിഴ്നാട്ടിലെത്തി. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് കഴിയുന്ന ആനകളുടെ മെക്കെട്ടാണ് നമ്മളുടെ കയറ്റം. ആനകൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ മെക്കെട്ടും കയറുന്നു. അതാണ് സത്യം. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുള്ള ഹർത്താലിനിടയിൽ പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത പോലീസ് ലോഹയിട്ടവർക്കെതിരെ കേസെടുക്കുന്നില്ലെന്ന് വിമർശനമാണ് BJP ഉയർത്തത്. ശരിയാണത്. അവരാണ് മുൻനിരയിലും പിൻനിരയിലും നിൽക്കുന്നത്. അവര് മുൻനിരയിൽ നിന്ന് ഇവരുടെ പിന്നിൽ നിന്ന് ലഹളി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏത് ഗവൺമെന്റ് ആണെങ്കിലും, ഒരു പിണറായില്ല 10 പിണറായി വിചാരിച്ചാലും ലോഹക്കാരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവനൊപ്പം തന്നെ അവന്റെ KCBC കൂടും. അത് ഇവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയേക്കാൾ വലിയ തണ്ടിയോ കൊലയാണ്. അനങ്ങാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഊന്നാക്കി കളയുവര്. അതാണ് സ്ഥിതി. ഒരു വിഭാഗം ആളുകൾക്കെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതുപോലെ ഹിന്ദുക്കൾക്കെതിരെയായിരിക്കും. അത് ചാവേർ പടയാളികളാണല്ലോ, ചാവേറുകളാണല്ലോ, എന്തും ചെയ്യാലോ. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിനിടയിലുണ്ടായ സംഘർഷങ്ങളിൽ പോലീസ് നടപടി നടക്കുന്നുണ്ട്. അവിടെ പുൽപ്പള്ളിയിലുണ്ടായ സംഘർഷത്തിൽ കേസെടുത്ത പോലീസ്, പുൽപ്പള്ളിയിൽ സംഘർഷത്തിന്റെ കേസെടുത്തു. ഇന്നലെ കുറിച്ചിപ്പറ്റ എന്ന സ്ഥലത്ത് അവിടുത്തെ സ്വദേശിയായ ഷിജു, പുൽപ്പള്ളി സ്വദേശി വാസു എന്നിവരുടെ അറസ്റ്റുമായിട്ട് അവർക്ക് അറസ്റ്റ് ചെയ്തു. 2 ഹിന്ദുക്കളാ തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് 4 FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് 100ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇനി അറസ്റ്റിന് സാധ്യതയുണ്ട്. ഈ ക്യാമറ ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ക്യാമറയ്ക്കുമുണ്ട് പക്ഷപാതിത്വം. ക്യാമറയിൽ ഹിന്ദുക്കളെ മാത്രമേ പെടുള്ളൂ, അതിൽ ക്രിസ്ത്യാനികൾ പെടില്ല. അങ്ങനത്തെ ഒരു ക്യാമറയാണത്. അതെന്ത് ക്യാമറയാ? അതങ്ങനൊരു ക്യാമറ. നിങ്ങളൊരാള് നെറ്റിലൊരു കുരിശും വേറൊരാൾ നെറ്റിലൊരു സിന്ദൂരപ്പൊട്ടും ചെന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ നിന്ന് നോക്കിയാൽ പടം വരുന്ന സമയത്ത് ഈ കുരിശുകാരുണ്ടാവില്ല, ഗോപിക്കാരനുണ്ടാവുള്ളൂ. അതങ്ങനൊരു ക്യാമറയാണത്. കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് പട്ടയകൃഷിയും കുരിശുകൃഷിയും, പട്ടയകൃഷി നടത്തുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ. ഏതൊരുത്തം പോയിട്ട് അവിടെ പോയിട്ട് വനമേഖലയിൽ 5 സെന്റ് സ്ഥലം വീട് വെക്കാൻ 5 സെന്റ് സ്ഥലം അയാൾ ഇങ്ങനെ വളച്ചു കെട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് കൈവശാവകാശ ഭൂമി എന്നുള്ള പേര് വന്നു. കുറച്ച് കഴിഞ്ഞ സമയത്ത് അതിന് നികുതി കെട്ടാൻ തുടങ്ങി. അപ്പോഴും പട്ടയമായിട്ടില്ല. അതിനൊരു പട്ടയ പാർട്ടി എന്നൊരു പാർട്ടി തന്നെയുണ്ട് പാല കേന്ദ്രമാക്കിയിട്ട്, കേരള കോൺഗ്രസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വളച്ചു കെട്ടിയ ആൾക്കാർ പിന്നെ പട്ടയത്തിനുള്ള ലഹളയെ, പട്ടയത്തിനുള്ള സമയമായി പിന്നെ പട്ടയം കൊടുക്കുന്നു. എങ്ങനെ പട്ടയം കൊടുക്കുന്നു? പട്ടയ മഹോത്സവം. അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടയ മഹോത്സവം. ആ ഭാഗത്തുള്ള വനഭൂമി ഇതേ എടുക്കുന്നു.
5 സെന്റ് അല്ല കേട്ടോ, 5 സെന്റിന്റെ പുറയിൽ കിടക്കുകയാണ്. നോക്കത്താ ദൂരത്തോളം കാട്. അതൊക്കെയും വെട്ടിത്തെളിച്ച് ഈ 5 സെന്റ് ഭൂമിയിൽ വന്ന് ആ നക്കാപ്പിച്ചക്കാരൻ ദരിദ്രവാസി അയാള് റബ്ബർ മുതലാളിയായിട്ട് മാറുന്നു. കൊടുക്കേണ്ടവർക്കും കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. റബ്ബർ മുതലാളിയായിട്ട് മാറുക. 5 സെന്റാണ് വീടിന്റെ മുമ്പിൽ ഒരു പൂന്തോട്ടം, ഒരു വീടും ഒരു ഗേറ്റും. പുറകിലോ 5 ഏക്കറോ 50 ഏക്കറോ ആയിരിക്കും പുറകില്. അപ്പൊ ഈ രീതിയില് കാടിനകത്ത് സമ്മർദ്ദം ഏറി വരികയാണ്. പണ്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോകാൻ വേണ്ടി കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരേ ഒരു വഴിയുണ്ടായിരുന്നു, വാളയാർ. അത് സ്വാഭാവികമായിട്ട് ദൈവം തീർത്ത വഴിയാണ്. അവിടെ നിന്ന് വരുന്ന മല അഹമ്മദാബാദിൽ നിന്ന് തുടങ്ങുന്ന പശ്ചിമഘട്ടം, അതിൽ പലയിടത്തും വിടവുകളുണ്ട്. അതിലൊന്നാണ് വാളയാർ വിടവ്, വാളയാർ ചുരം. ഇന്നിപ്പോൾ എത്ര ചുരങ്ങളാണുള്ളത്. വഴി വെട്ടുകയാണ്. വഴി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറ്റി നാട്ടി, കുരിശ് നാട്ടി, കൈവശാവകാശ ഭൂമിയാക്കി, പട്ടയ സമരം ആരംഭിച്ച് പട്ടയമേള. ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരാൻ പോകുന്നൊരു 10 വർഷം കൊണ്ട് കേരളത്തിലെ ആനശല്യം തീരും. കേരളത്തിലെ ആനശല്യം പരിപൂർണമായിട്ട് തീരും. ആനയെ പ്രകോപിപ്പിച്ച് വീട്ടിനകത്ത് കയറി ചവിട്ടും കൊണ്ട് ചത്ത ആൾക്ക് 50 ലക്ഷം. അതിന് കോടികളായിട്ട് ഉയരും. അതും കിട്ടുന്നത് ഒരു കൂട്ടം ആളുകൾക്ക്, ഈ കൃസംഖ്യകൾക്ക് മാത്രം. കാരണം അവിടെ നിന്നാണല്ലോ സമ്മർദ്ദം ഉണ്ടാകുന്നത്. ഏതായാലും അടുത്ത 10 വർഷം കൊണ്ട് 3650 ദിവസം കൊണ്ട് ആനശല്യം തീർന്നു കിട്ടും. എവിടേക്ക് ആനയെ കാണുന്നോ മയക്കുവെടി വയ്ക്കുക. മയക്കുവെടി ഏറ്റ ആന 41 ദിവസം തികച്ച് ജീവിച്ച ചരിത്രം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു മയക്കുവെടി എന്നിട്ട് നോക്കും, ആന മയങ്ങി വീഴുന്നുണ്ട്. ഒരു പാട്ട് കേട്ടോണ്ടിരിക്കും ഇങ്ങനെ 3 മിനിറ്റ്, ആന മയങ്ങിയില്ല. രണ്ടാമതൊരു വെടി, എന്നിട്ട് അടുത്ത പാട്ട് കേൾക്കും യേശുദാസിന്റെ. ആന മയങ്ങിയില്ല. 3ാമത് വെടി, 6 മാസം പ്രായമായിട്ടുള്ള കുട്ടിയുടെ വായല് കട്ടക്ക് പുകയില, ജാപ്പാണം പുകയില. അതിന്റെ സത്തെടുത്ത് ചോദിച്ചാലത്തെ സ്ഥിതി എന്തായിരിക്കും? മയങ്ങുകയാണോ ചെയ്യാവൻ? ചത്തുപോകും. ആനയ്ക്ക് മയക്കുവെടി തുരുതുരുന്നനെ മയക്കുവെടി. ഇരുന്നാളൊരു കടുവയെ മയക്കുവെടി വെച്ചു, അത് ചത്തു. ആനയെ മയക്കുവെടി വെച്ചു, അത് ചത്തു. എന്നിട്ട് പറയാൻ ഹാർട്ട് ഉണ്ടായിരുന്നു എന്ന്. എല്ലാ ആനയ്ക്കും ഹാർട്ടുണ്ട്, എല്ലാ കടുവയ്ക്കും ഹാർട്ടുണ്ട്. അവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങളുടെ ആനയ്ക്ക് ആനയുടെ ആൾക്കാർ വന്ന് പറയാൻ പറ്റുമോ? ആനയുടെ ആൾക്കാർ വരുമോ? ആനകൾ വരുമോ? ഞങ്ങളെ നശിപ്പിക്കുകയാണ് ചെയ്തത്, അവന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആനയുടെ പക്ഷം ചേരാൻ ആരുമില്ല. കുറെ ആനകളെ പിടിച്ചുകൊണ്ട് നാട്ടിൽ വന്ന് ചങ്ങലക്കിട്ട് അടിച്ച് തുടിച്ച് ഇരുമ്പിന്റെ ഇത് വെച്ചിട്ട് ഈ മറ്റേതുണ്ടല്ലോ കൊമ്പിന്റെ ഉള്ളിലിട്ട് വലിച്ച് അവസരം കിട്ടുമ്പോൾ അവൻ പൂശുന്നുണ്ട്. അങ്ങനെ പൂശി കഴിഞ്ഞാൽ അവന്റെ ഗതി കഴിഞ്ഞു. അവനും വെക്കും മയക്കുവെടി, അവന്റെ പണിയും തരും. കേരളത്തിലാണ് നടക്കുന്നത്. അമ്പലങ്ങളെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. ദിവസവും വരുന്ന വാർത്തകൾ ഇത്. ആരെങ്കിലും ചോദിക്കാനും പറയാനുണ്ടോ? വേഷവും കെട്ടിച്ച് കൊച്ചുകുട്ടികൾ പട്ടയുടെ മുമ്പിൽ കയറും കെട്ടി അതുപോലെ ഒരു പ്ലാവിലും വെച്ച് മുമ്പിൽ ഡുണ്ടും പെപ്പരപ്പേ ഡുണ്ടും പെപ്പരപ്പേ നടക്കുന്നതിന്റെ വലിയ വെർഷൻ മാത്രമാണിത്. പൊങ്കാല വേറെ. ആനകളെ റബ്ബർ കൊണ്ട് ആനകളെ ഉണ്ടാക്കിക്കൂടെ? ഡൺലപ്പ് കൊണ്ട് ആനകൾ, ഡൺലപ്പ് മെത്ത അവരോട് പറഞ്ഞ ആനകളെ ഉണ്ടാക്കി തരും. ഒരു 10-25,000 കൊടുത്താൽ മതി. തീറ്റ കൊടുക്കണ്ട. ആനപ്പാപ്പാന്മാർ വേണ്ട. ഞാൻ ഷാർജയിൽ പൂരം കാണാൻ പോയ സമയത്ത് ഷാർജയിലെ പൂരത്തിന് ആനകൾ അടുത്തിയടുക്കില്ല പേടിക്കും. കാരണം എന്താ? നമ്മൾ അടുത്തേക്ക് അടുക്കുന്ന സമയത്ത് ഇവരുടെ പുറകിൽ ആക്കണ്ട. അവര് എന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കിയോ ആനയുടെ. നമ്മൾ അയ്യോ ഒരു നിമിഷം നമ്മൾ പേടിക്കും. ശരിക്കും ഒറിജിനൽ ആന വാലയ്ക്ക് ആട്ടി, തുമ്പിക്കൈയൊക്കെ ആട്ടി, കണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നും. അത് പോരെ. പക്ഷേ ആനകളെ എഴുന്നള്ളിക്കാൻ വേണ്ടി അതിൻ്റെ ഏക്കം കൊടുത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് ആ ലക്ഷങ്ങളിൽ നിന്ന് അടിവലിച്ച് അത് പറ്റില്ലല്ലോ. അപ്പം അവിടെയും ഇരയാകുന്നത് ആനകളാണ്.
അപ്പം ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇനി 10 വർഷം 3650 ദിവസം കൊണ്ട് ആനകൾ മാത്രമല്ല ഇല്ലാതായി പോകാൻ പോകുന്നത്, പശ്ചിമഘട്ടം കാലിയായിട്ട് മാറും. പശ്ചിമഘട്ടം കാലിയായിട്ട് മാറിക്കഴിഞ്ഞാൽ കേരളത്തിൽ കണ്ടോ, ഞാൻ ഈ പറയുന്ന ദിവസം ഇന്നത്തെ 18 തീയതി 19, ഇന്നത്തെ ദിവസം അവിടെ ചൂട് കൊണ്ട് ഇങ്ങനെ കിടുകിടുകിടുന്നതിന് വറങ്ങലിക്കുക ആൾക്കാർ. അതേസമയത്ത് തമിഴ്നാട്ടിൽ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ചുറ്റും പനിയാണ്. പനി എന്ന് പറഞ്ഞാൽ മഞ്ഞ്. ഇപ്പോഴും എവിടെ തിരിഞ്ഞു എന്ന് നോക്കിയാൽ പണ്ട് നമ്മൾ പറയാറുണ്ട് മരതക മാമല അതായത് മരതക പട്ടുടുത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ആ അവസ്ഥയാണ് തമിഴ്നാട്. നമ്മുടെ സ്ഥിതി എന്താ? അവിടെ കോൺക്രീറ്റ് കാടുകളായി മാറി. പശ്ചിമഘട്ടത്തിന്റെ ഒരില കരിഞ്ഞു വീണാൽ ആ ഇലയിൽ നിന്നുള്ള മന്ദമാരുതൻ കേരളത്തിൽ അവസാനിച്ചാൽ ഇത്രയും ഭാഗം മരുഭൂമിയായി മാറും. ഒരു മരം വീണാൽ, ഒരു മരം വെട്ടപ്പെട്ടാൽ മരുഭൂമിയായിട്ട് തന്നെ അധിക സമയമൊന്നും വേണ്ട. ആനകളെല്ലാം ഇല്ലാതായി മാറുക, പശ്ചിമഘട്ടം ഇല്ലാതായി മാറും, ഒപ്പം കേരളവും ഇല്ലാതായി മാറും. ഇതറിയാവുന്നത് ആർക്കാണെന്നറിയോ? സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥയ്ക്ക് മാത്രം എന്ന് വിചാരിക്കേണ്ട. എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ കാര്യം ശരിയാവട്ടെ. നമ്മുടെ കാര്യം ശരിയായിട്ട് നമുക്ക് ഗൾഫിൽ പോയിട്ട് ഗോൾഡൻ വിസ എടുത്ത് അങ്ങനത്തെ ആൾക്കാർക്കാണല്ലോ ഗോൾഡൻ വിസ കൊടുക്കുക. ഞങ്ങളൊക്കെ വായ പൊളിച്ചിരിക്കണം. ഞങ്ങളൊക്കെ അതിന് അർഹതപ്പെട്ടവരല്ലല്ലോ, ഗോൾഡൻ വിസയ്ക്ക് അർഹതപ്പെട്ടവരല്ലല്ലോ. ഞങ്ങൾക്ക് എന്തായാലും വായിൽ മറ്റേ എല്ലാ സിനിമാ നടികൾക്കും സിനിമാ നടന്മാർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും ഗോൾഡൻ വിസ. എനിക്കൊക്കെ അസൂയ തോന്നുക. നമ്മളൊരു ഗോൾഡൻ വിസയെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടോ 2 വർഷമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ശ്രദ്ധിക്കുന്നില്ല. ഇനിയിപ്പോൾ കയ്യും പേരില്ല, കാലും പേരില്ല, അതിന് പല്ലെങ്കിൽ വെപ്പ് പല്ല, അവയ്ക്ക് ഊരി കളഞ്ഞോ ഇങ്ങനെയായിരിക്കും എൻ്റെ മുഖം. ഇങ്ങനെ വയസ്സായി, അതിൽ മുടിയൊന്നുമില്ല. മുടിയില്ലാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കെട്ടിയിട്ടുള്ളത്. ആണ് വർത്തമാനം കുറയുന്നത്. നിങ്ങൾ മനസ്സിലാവുണ്ടോ ഞാൻ വർത്തമാനം പറയുമ്പോൾ? നടക്കാൻ വയ്യ. ഇനിയിപ്പോൾ എന്തിനാ ഗോൾഡൻ വിസ ഇങ്ങനത്തെ ഒരുത്തന്? എന്നാൽ ആ ഓഫർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊരു പലയിടത്തൊക്കെ ഇങ്ങനെ ഈ പണ്ട് തമ്പരാക്കന്മാർ ഈ അടിയാളന്മാർക്ക് ഓഫർ കൊടുക്കും. അവങ്ങൾക്ക് അത് മതി. അടുത്ത വർഷം വരുമ്പോൾ 2 മുണ്ട് വാങ്ങിച്ചു തരാട്ടോ. ഓ അങ്ങനെ ആട്ടെ. പിന്നെ അവരെല്ലാവരോടും പറഞ്ഞു നടക്കും, തമ്പരാനിക്ക് മുണ്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാവത്തിന് അത് മതി, മുണ്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അതുപോലെ എൻ്റെ കാര്യം ഓഫർ കിട്ടിയിട്ടുണ്ടല്ലോ, അതെന്നെ തലയിൽ വെച്ച് കൊണ്ട് നടക്കുക ഞാൻ. അത് പോട്ടെ. അപ്പോൾ കേരളം എന്തായാലും കുഴപ്പമില്ല. കേരളത്തിലുള്ള എല്ലാം മാന്തി പൊന്തിച്ച് എടുത്ത് വിറ്റ് തൊലച്ച് അവിടെ ഗോൾഡൻ വിസയും വാങ്ങി അവിടെ ഫ്രീ ഹോൾഡിന് സ്ഥലം എടുത്ത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരും കൂടി അങ്ങോട്ട് പോകും. അനുഭവിക്കേണ്ടവരാരാ? ജയ് BJP എന്നും ജയ് എന്നും പറഞ്ഞ് രാഷ്ട്രീയക്കാർക്ക് ജയ് വിളിച്ചിറങ്ങുന്ന പാവങ്ങൾ ആവശ്യങ്ങൾ ഇവിടെ കെടുക്കും, അടിഞ്ഞുകൂടും. ഞാൻ അടക്കമുള്ള ആൾക്കാർ. ഞാൻ പിന്നെ തമിഴ്നാട്ടിലാണ്. ആ ഗതികേട് ഇവിടെ വരില്ല. സ്റ്റാലിൻ ഭരിക്കുന്നിടത്തോളം കാലം കേരളത്തിൻ്റെ ഗതികേട് ഇവിടെ വരില്ല. എന്തായാലും ആനശല്യം അത് തീരും. ഒറ്റ ആനയുണ്ടാവില്ല ഇവിടെ, എല്ലാത്തിനും വെടിവെച്ച് കൊല്ലും. ആനശല്യം തീർന്നു കഴിഞ്ഞാൽ പിന്നെ കാടിന്റെ ശല്യവും തീരും. പിന്നെ കാട് വേണ്ട, വെട്ടി 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 അതിന് കൂട്ടി നിൽക്കാൻ വെളുത്ത ലോഹയിട്ട കറുത്ത ചെകുത്താന്മാരും. അവരെ കണ്ടു കഴിഞ്ഞാൽ മുട്ടുകാൽ കൂട്ടിയിടിക്കും, ചിലപ്പോൾ മൂത്രമൊഴിക്കും. ഇവിടുത്തെ ഭരണ അധിപന്മാര് ഒരു കൂട്ടുകൃഷിയാണത്. അതുകൊണ്ട് BJP വയനാട് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് 150% ശരിയാണത്. ഈ വെളുത്ത ലോഹയിട്ട ജഗത്താന്മാരാണ് അവിടെയുള്ള സംഘർഷങ്ങൾ എല്ലാ പ്രശ്നവും ഉണ്ടാക്കി വെക്കുന്നത്. ആന അവസാനിക്കാൻ പോകുന്നു, പശ്ചിമഘട്ടം അവസാനിക്കാൻ പോകുന്നു, അതോടുകൂടി കേരളവും അവസാനിക്കാൻ പോകുന്നു. കേരളം വനമായിട്ട് മാറും, പാലയ വനം, മണൽക്കാടായിട്ട് മാറും.
മാറിയല്ലോ. ഇപ്പോഴേ ഫെബ്രുവരി കഴിഞ്ഞിട്ടുള്ളൂ, ഫെബ്രുവരി കഴിയാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ചൂട് ആരംഭിച്ചില്ലേ അവിടെ? അങ്ങനെ വേണം, ഇത് അവസാനിക്കില്ല. ഇനി ഓരോ വർഷം കൂടുന്തോറും പണ്ടൊക്കെ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരിയിലൊക്കെ ആളുകൾ തലയിൽ മങ്കി ക്യാപ്പിട്ടത് ഇങ്ങനെ നടക്കുക. റോഡ് സൈഡിലൊക്കെയും ചപ്പും ചവറും കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കാണാം, കൂനിക്കൂടി ഇരിക്കുന്നത് കാണാം. ഇപ്പൊ കാലാവസ്ഥ മാറിയത് സ്വയം കൃതാനർത്ഥമാണ്. പശ്ചിമഘട്ടം നശിപ്പിക്കടേ, മുഴുവൻ നശിപ്പിക്ക്. ആനകളെ വെടിവെച്ച് കൊല്ല്, അവിടെയുള്ള മറ്റേ വനസമ്പത്ത് കൊള്ളയടിക്ക്, പുലികളെ വെടിവെച്ച് കൊല്ല്, കടുവകളെ വെടിവെച്ച് കൊല്ല്. എന്നിട്ട് അവിടെ പള്ളികൾ പണിയ്, കുരിശു കൃഷി ആരംഭിക്ക്. എല്ലാത്തിനും ഉണ്ടൊരു അവസാനം. നമസ്കാരം.